ഹിന്ദുക്കളെ എതിർത്ത് സംസാരിച്ചാൽ മുസ്ലിമിന് നല്ല സന്തോഷമായിരിക്കും. അല്ലേ? അതുകൊണ്ട് ഇതൊരു നാടകമാണ്. ഇൻസൾട്ടിങ് ദ മെജോറിറ്റി. ഓടിനോൾ വാൾക്കയിൻ ഓരത്തുക്കേ ഓടിനാൾ. ഇങ്ങനെ അങ്ങനെയല്ല. 8ാം ക്ലാസ് പ്ലസ് വലിയ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ലൈഫ്, പേഴ്സണൽ ലൈഫ് വെരി ഡാമേജ്ഡാണ്. കരുണാനിധിയാണ് ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തത്. അപ്പോൾ അങ്ങേർക്ക് ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ആ പയ്യനും മോളും ചോദിക്കുകയാണ് ഇവനൊക്കെ എന്തോ CM ആയിരിക്കുന്നത്. തീർച്ചയായും കൊണ്ട് വീട്ടിലെ അവൻ്റെ വൈഫ് ഇരിക്കുക, വീട്ടിൽ വെച്ച് ഇപ്പോൾ അതൊക്കെ നടക്കുകയാണ്. അവൻ ഇൻ്റർനെറ്റ് ബാങ്ക് നടത്തുന്നു, പുറത്ത് കൊണ്ടുവയ്ക്കുക, ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ശ്രീലങ്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ പഠിച്ചവരധികം ഉള്ളതെന്ന് പറയുന്ന കേരളത്തിൽ വന്നു അതിന് ഇനി ആക്കം കൂടുമ്പോൾ കുറയും. കൂടെ തന്നെ ചെയ്യും. മേജർ കമ്മ്യൂണിറ്റി, നാടാർ കമ്മ്യൂണിറ്റി വന്ന് പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് അവനെ കൺവെർട്ട് ക്രിസ്ത്യനാണ്. നമസ്കാരം സ്വാമിജി. നമസ്കാരം. എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞു, കേരളത്തിലും ഒക്കെ ഒരു അനിശ്ചിതത്വത്തിന് ശേഷമൊക്കെ കോൺഗ്രസ് വന്നു. എന്നാൽ തമിഴ്നാട്ടിലും അതിനു മുമ്പ് തന്നെ വിജയ് സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും ഒരു സിനിമാ നടനാണ്, ആദ്യമായി മത്സരിക്കുന്നു, ഫസ്റ്റ് ടൈം തന്നെ CM ആവുന്നു. അപ്പോൾ ഇതൊരു സ്വപ്ന ലോകത്താണോ എന്നൊക്കെ അന്ന് നമുക്കൊക്കെ തോന്നി. ഇതെന്താ ഇങ്ങനെ ഒരു പെട്ടെന്ന് വരുന്നു? രജനീകാന്ത് വിചാരിച്ച് നടന്നില്ല, ഒപ്പം കമലഹാസൻ വിചാരിച്ച് നടന്നില്ല. അങ്ങനെ പല സിനിമാ നടന്മാരും തമിഴ്നാട്ടിൽ ഇങ്ങനൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ട് അത് ഹൈപ്പിലേക്ക് എത്തില്ല. വിജയകാന്ത് പോലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി, പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനൊരു CM ആവാനുള്ള ആ സംവിധാനങ്ങളൊന്നും എത്തിയിട്ടില്ല. ജയലളിത, MGR അവരൊക്കെ ആയിരുന്നു ആദ്യകാലം. അതിനുശേഷം ഇത്രയും കാലങ്ങൾക്ക് ശേഷം വന്നത് വിജയാണ്. സ്വാമിജി ഇതെങ്ങനെ കാണുന്നു? വിജയ് വന്നതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടാകും. അതിൽ ഫസ്റ്റ് ഇന്ത്യയിലുള്ള റേസസ് ജനങ്ങളുടെ എല്ലാ ഇതിലും ഈ സിനിമാ മോഹം കൂടിയവർ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ കട്ടൗട്ട് വയ്ക്കുന്ന, അതിൻ്റെ മേലെ പാല ഒഴിക്കുക, ചേന ഒഴിക്കുക, കർപ്പൂരം കയറ്റുക, ഇത്ര ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഇതൊക്കെ തുടങ്ങിയത്. ഈ സൈക്കോളജി മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് വീഴ്ത്താൻ വേണ്ടി കരുണാനിധിയാണ് ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തത്. കരുണാനിധി അങ്ങേര് വന്ന് സ്ക്രിപ്റ്റ് നല്ല എഴുത്താണ്, അതിൽ മാറ്റമില്ല. നല്ല ഒരു റൈറ്ററാണ്. ഓടിനോൾ വാൾക്കയിൻ ഓരത്തുക്കേ ഓടിനാൾ. ഓടിയപ്പോൾ ജീവിതത്തിൻ്റെ എണ്ടിന് ഓടിയെന്ന് വട്ടിയൂർക്കാവിടെ അവിടെ വരെ ഓടിയല്ലോ, ജീവിതത്തിൻ്റെ എണ്ടിന് ഓടി. ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുവഴിയായിട്ട് വന്ന ആളാണ്. ഇത് അവർ DMK ആദ്യം പിടിച്ചു. അപ്പോൾ ആദ്യം പിടിച്ച് അവിടെ വന്ന് എന്തെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഹീറോ വർഷിപ്പ് ഉണ്ട്. ഹീറോ വർഷിപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഹീറോ വന്ന് MGR ആണ്. അത് വന്ന് അപ്പോൾ MGR വന്ന് അത് നല്ല കെയർഫുള്ളായിട്ട് അത് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്തു പോയി. അതായത് എന്താണെന്ന് വെച്ചാൽ ശിവാജി ഗണേശൻ ഈ സിഗരറ്റ് വലിക്കുന്ന സീനോട് ഇവിടെ സിഗരറ്റ് വലിക്കുക, അങ്ങനെ സിഗരറ്റ് കൊണ്ടുവരരുത്, വെള്ളം അടിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോകും, ഇങ്ങനെ പറയും. ഇങ്ങനെയൊക്കെ അങ്ങേര് ഇമേജ് കീപ്പപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങേർക്ക് ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഴ്ചയെ പിടിക്കണം. കാരണം എന്ന് വെച്ചാൽ കരുണാനിധി ബാക്ക്ഗ്രൗണ്ട് ഹീറോ ഞാനാണ്, പിടിക്കണമെന്ന് വെച്ചാൽ എൻ്റെ സിനിമയിലൊക്കെ ചില സീനുകളൊക്കെ ആഡ് ചെയ്തു. ഞാനായിട്ടാൽ ഞാൻ CM ആയാൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തുതരും, അങ്ങനെ ചെയ്തത് അതേമാതിരി ആഴ്ച പിടിക്കുകയും ചെയ്തു. ഫസ്റ്റ് അത് അങ്ങേരെ നല്ലവൻ. അങ്ങേര് വന്ന് ആക്ച്വലി ഹെൽപ്പ് ചെയ്തു. നല്ല സ്കീം കൊണ്ടുവന്നു, മിഡ് ഡേ ഫുഡ് കൊണ്ടുവന്ന്, ലേഡീസിന് കൊട, ചെരുപ്പ് ഇതൊക്കെ കൊണ്ടുവന്ന് നല്ലവൻ എന്നുള്ളതിൽ ഏതൊരു മാറ്റമല്ല. ഒന്ന് വെച്ചാൽ മരിച്ച സ്വത്തുക്കളൊക്കെ എഴുതി വന്ന് ഹാൻഡിക്യാപ്ഡും ഇവരുടെ എതിരെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് മതിയല്ലോ. ഇപ്പോൾ ഉള്ള ഇത് അറസ്റ്റ് അടിച്ചടിച്ച് മാറ്റുന്ന ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ വിജയ് വരാൻ കാരണം അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ജയലളിത വന്നു. അവർ ഇൻ്റലിജൻറ്റ്, ഭയങ്കര ഇൻ്റലിജൻസാണ്. ഇങ്ങനെ അങ്ങനെയല്ല. 8ാം ക്ലാസ് പ്ലസ് വലിയ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ലൈഫ്, പേഴ്സണൽ ലൈഫ് വെരി ഡാമേജ്ഡാണ്. വൈഫ് ഡൈവേഴ്സ് ചെയ്ത് ആ പയ്യനും മോളും ചോദിക്കുകയാണ് ഇവനൊക്കെ എന്തോ CM ആയിരിക്കുന്നതെന്ന് അങ്ങനെ ചോദിക്കുന്ന ലെവലിലുള്ള ആളാണ്. തീർച്ചയായും കൊണ്ട് വീട്ടിലെ അവൻ്റെ വൈഫ് ഇരിക്കുക, വീട്ടിൽ വെച്ച് ഇപ്പോൾ അതൊക്കെ നടക്കുകയാണ്. സോ ഒരു പേഴ്സണൽ ലൈഫ് ഒരു മാറൽ ഇത് കുറവാണ്, ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത് വന്ന് ജയലളിത വന്ന് ടാലൻറ്റഡ്, അവർ ആരും കളിക്കാൻ പറ്റില്ല. വീരപ്പനെ പിടിക്കുന്നത് എല്ലാ ഇതിലും അവർ നമ്പർ 1 ആയിരുന്നു. രണ്ടാമത് അടുത്ത് വന്ന് വിജയകാന്ത്, എതിർകക്ഷി തലവർ, അവൻ നല്ല ആളാണ്, അതിൽ യാതൊന്നുമില്ല. ഇത് പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ വിജയ്ക്ക് ഡാമേജ് ഉണ്ട്. സിനിമ മുഖത്തെ വെച്ച് ജനങ്ങൾ വോട്ടിട്ട് ഡാൻസർ
ഡാൻസ് പ്രോഗ്രാം ഇതൊക്കെ വെച്ചാണ് ഒരു ജനങ്ങളുടെ വോട്ട് കിട്ടിയത്. പക്ഷേ അതിന് മാത്രമല്ല, അവിടെ ആൾറെഡി ഉള്ള ADMK DMK രണ്ട് കക്ഷി ഭയങ്കര മോഷണം. 1,75,000 കോടി ആദ്യം തുടങ്ങി വെച്ചത് ഇവനാണ്, തമിഴ്നാട് ആണ്ടിപുത്ത് രാസാന്ന്. അടുത്ത് ഇങ്ങനെ 5,000 കോടി, പിന്നെ ഇപ്പോൾ ഒരുത്തനെ പിടിച്ചിരിക്കുകയാണ് 50,000 കോടി അവൻ ഇൻ്റർനെറ്റ് ബാങ്കേ നടത്തുന്നു. അപ്പോൾ ഈ ജനങ്ങളുടെ പണത്തെ മോഷണം ചെയ്യുന്നത് മാത്രമല്ല, അത് വന്ന് ഇവിടെ പണി പാർക്കിംഗ് പുറത്തു കൊണ്ടുവയ്ക്കുക, ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ശ്രീലങ്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ വെറുപ്പ് 60%. ജനങ്ങൾക്ക് ഈ ദ്രാവിഡ മൂവ്മെൻറ്റ്, ദ്രാവിഡം എന്ന് വെച്ചാൽ എവിടെ, ഒരു സ്ത്രീ ചോദിച്ചു ദ്രാവിഡം എവിടെയാണ് MLA CM ദ്രാവിഡം എന്ന് പറഞ്ഞ ആളുകളെ പരിചയം, എവിടെയാണ് ദ്രാവിഡം? അവൻ ചീത്ത വിളിച്ച ഒരുമാതിരി റെക്കോർഡാണ് അവിടെ ഉള്ളത്. അത് ഇന്നും അവർ അങ്ങനെയുള്ള ഇതാണ്. ദ്രാവിഡം എന്ന് പറയുന്നത് ഇപ്പം തമിഴ് എല്ലാവരും ദ്രാവിഡ കക്ഷികളാണ്. ദ്രാവിഡം എന്ന് പറഞ്ഞാൽ മലയാളീസും ദ്രാവിഡം തന്നെ, തെലുങ്ക് ദ്രാവിഡം തന്നെ, ആര്യൻ വേഴ്സസ് ദ്രാവിഡൻ. അതിലെല്ലാം ഇവന്മാർ ദ്രാവിഡം തന്നെ വെച്ചാൽ തമിഴെന്ന് പറയാൻ കൂടെ ഈ കരുണാനിധി കുടുംബം തമിഴല്ല, തെലുങ്ക് കുടുംബം. ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി വന്നതാണ്. കള്ള ട്രെയിൻ കയറി അവരൊക്കെയാണ്. പക്ഷേ ദ്രാവിഡരുടെ ഇതൊക്കെ തമിഴ്നാടിന്റെ എല്ലാം ആണെന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അങ്ങേര് വന്ന് ഇങ്ങനെ ഇതാണ് വെറുപ്പ്. ADMK DMK രണ്ടുപേരും കള്ളന്മാരാണ്. അപ്പോൾ ഇന്നൊരു ആൾട്ടർനേറ്റീവ് വേണം. അത് 60%. പിന്നെ ഇവൻ്റെ ഡാൻസിന് ഒരു 40%. എന്തെന്ന് ഡാൻസിന് പിന്നെ അങ്ങനെയാണ് വന്നത്. സ്ട്രൈറ്റ് അവേ വന്നത് ഒരു അപ്രീഷിയേറ്റിംഗ്. സമയം എനിക്കൊരു കാര്യം പറയണ്ടേ, ഇപ്പം അവിടെ ഈ സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ മകൻ, അയാൾ ഈ സനാതനം അഴിയട്ടും അച്ഛനും പറയുന്നുണ്ട്, മകനും പറയുന്നുണ്ട്. ഈ ഇലക്ഷൻ ടൈമിലാണ് ഹിന്ദുക്കളെ എതിർത്ത് സംസാരിച്ചാൽ മുസ്ലിമിന് നല്ല സന്തോഷമായിരിക്കും. ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, ഇതുപോകെ ഈ DMK ചെയ്തത് ഈ അഴിമതി മാത്രമല്ല, പെണ്ണുങ്ങളുടെ വോട്ടും ഇത്രയും കിട്ടിയാൽ മതി നമുക്ക് ജീവിക്കാം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് 1000 രൂപ ഫ്രീ, ബസ് ഫ്രീ. ഉടനെ ഇതിവിടെ ഈ സുഖക്കേട് കർണാടകയിൽ പോയി. പെണ്ണുങ്ങൾക്ക് 1000 രൂപ, അവൻ 2000 എന്ന് പറഞ്ഞ് ഫ്രീയും കൊടുത്തു. അടുത്തത് ഡൽഹിയിൽ പോയി, UP പോയി. ഇപ്പോൾ പഠിച്ചവരധികം ഉള്ളതെന്ന് പറയുന്ന കേരളത്തിൽ വന്നു ലേഡീസിന് ഫ്രീ. ഇത് വോട്ട് ബാങ്ക്, മുസ്ലിം വോട്ട് ബാങ്ക്, ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്, ഈ വോട്ട് ബാങ്ക്. പെണ്ണുങ്ങളുടെ വോട്ട് കിട്ടിയ ബസ്സൊക്കെ തന്നപ്പോൾ ഇത് അല്ലാതെ ഇവർക്ക് രണ്ടാമത് ഫ്രീ കൊടുത്തോളൂ. ഒരു കോളേജ് പ്രൊഫസർ 1.5 ലക്ഷം രൂപ വാങ്ങുകയാണ്, അവൾക്ക് ഫ്രീ ആവശ്യമുണ്ടാ? നീ ഫ്രീ കൊടു. അതിന് ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് പൂ വയ്ക്കുന്ന, പേപ്പർ വയ്ക്കുന്ന, പാത്രങ്ങളിലെ ബെയ്ഡ് സർവീസ്, അത് ഫ്രീ കൊടുക്കും. ഇവിടെ കേരളത്തിലുണ്ട് ഇപ്പോൾ. അതന്നെ കേരളത്തിൽ അത് തന്നെ അത് തുടങ്ങിയത് ഈ സ്റ്റാലിൻ ഫാമിലിയും തുടങ്ങിയതാണ്. സോ അത് ഇങ്ങനെ അല്ല, എനിക്ക് തോന്നി ഇപ്പം സനാതനം അഴിയട്ടും എന്ന് ഓപ്പണായി പല വേദികളിൽ പറയുന്നത് അവരുടെ ചോദിക്കുക. പക്ഷേ ആ സമയത്താണ് വിജയ് കയറിയത് വെച്ചാൽ ജനാർദ്ദനൻ എന്ന് പറയുന്നത് അത് നോർത്ത് ഇന്ത്യൻ ആര്യനാണ്, അതിൽ ജാതി പറയുന്നത് അവർ പറയുന്നത്. പക്ഷേ ജാതി സിദ്ധന്മാർ ജാതി പറയുന്നില്ല. തമിഴ് തിരുമൂലർ പറയുന്നു ഒൻ്റെ കുലമും ഒരുവനേ ദേവനും. അപ്പോൾ ജനാർദ്ദനം വേണ്ട ഈ തിരുമൂലർ കച്ചിയിൽ ചേര്. അതെ, തിരുവള്ളുവർ എന്ന് പറയുന്നത് അവനക്ക് അറിഞ്ഞൂടാ. തിരുവള്ളുവർ ദൈവത്തിന് ഓപ്പണാ പറഞ്ഞില്ല, അങ്ങേര് സിദ്ധറാണ്. അങ്ങേര് സിദ്ധവൈദ്യം എഴുതിയിട്ടുണ്ട്, വർമ്മ എഴുതിയിട്ടുണ്ട്, നാഡി ചാനൽ എഴുതിയിട്ടുണ്ട്, ശിവയോഗ എഴുതിയിട്ടുണ്ട്. അതെല്ലാം മറിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നീ അതിൽ ജനാർദ്ദനം ഇല്ലല്ലോ, അപ്പോൾ അത് നീ ഫോളോ ചെയ്യ. അങ്ങനല്ല. ഇവിടെ എയിം എന്തെന്ന് വെച്ചാൽ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്താൽ ക്രിസ്ത്യൻ മുസ്ലിം അവർക്ക് ഇക്ലി ഉണ്ടാക്കുന്നത്, മലയാളി ഉണ്ടാക്കുന്നത്, അപ്പോൾ ആദ്യം ഹിന്ദുക്കളെ കൈയടിച്ചോളും. എന്തോന്ന് അപ്പോൾ ഇങ്ങനെ ഇതിനുള്ള ഇൻറ്റൻഷൻ ഇതാണ്. മൈനോറിറ്റി ഇൻസൾട്ടിങ്. ഹിന്ദുക്കളെ ഇൻസൾട്ട് ചെയ്താൽ മൈനോറിറ്റി പ്ലീസിങ് ടെക്നിക്, വെരി ചീപ്പ് ടെക്നിക്. അത് ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ എല്ലാം സിനിമാ മുഖത്തിൽ വെച്ച് അടിച്ച് ക്ലിയറായി. ആ വിഷയത്തിൽ നമ്മൾ വന്ന് വിജയെ അപ്രീഷിയേറ്റ് ചെയ്യണം. വെച്ചാൽ ADMK രണ്ട് തുണ്ടാ കിടക്കുന്നത്. പാമ്പ വെട്ടിയിട്ട് അങ്ങനെ തല ഒരു പക്കം പോവുക. അങ്ങനെ DMK കാരന് എല്ലാം പല്ലൊക്കെ പോയി എല്ലാവരും പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ വിജയ് ചെയ്ത രണ്ട് അബദ്ധമുണ്ട്. അത് ഞാൻ പറയാം. വലിയ അബദ്ധം ഇന്ത്യയിൽ ആരും ചെയ്യാത്ത അബദ്ധമാണ്. പൈസ കൊടുത്ത് എന്ത് ചെയ്ത് ADMK ഉള്ള നായകരെ റിസൈൻ ചെയ്യാൻ വെച്ചു. അത് വലിയ അബദ്ധമാണ്. നിങ്ങൾ 5 കൊല്ലം ഇരിക്കാൻ വേണ്ടിയല്ലേ ജനങ്ങൾ വോട്ടിട്ട് തന്നത്. നിങ്ങൾ എവിടെ നിന്ന് ഒരു 5-10 കോടിയോ വാങ്ങി ഇപ്പോൾ രാജ്യനെ റിസൈൻ ചെയ്താൽ അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഗോപാൽ സ്വാമിന്ന് ഇലക്ഷൻ കമ്മീഷൻ അങ്ങേര് കൊടുത്തു. ഇത് വലിയ അബദ്ധമാണ്. ഈ വിജയ് ചെയ്തത് വലിയ തെറ്റാണ്. ഈ ഇലക്റ്റഡ് മെമ്പർക്ക് 50,000 ഇങ്ങനെ എത്ര കോടികളെ കൊടുത്ത് റിസൈൻ ചെയ്യാൻ വയ്ക്കുന്നത് ഡെമോക്രസിയെ ബേസ്മെന്റ് അയക്കുന്ന വേലയാണ് ഇവൻ ചെയ്തത്. വെല്ലുവിളിയല്ല, ഇത് തെറ്റ്.
തെറ്റായിട്ടുള്ള മുന്നുദാഹരണം. അപ്പോൾ ഇത് പൈസ കൊടുത്താൽ ഇവൻ 4 പേരെ വിലയ്ക്ക് 6 പേരെ വിലയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചു. ഇപ്പം എന്ത്, അപ്പോൾ ഈ തെറ്റ് ഇവൻ ചെയ്ത തെറ്റ് തന്നെ ഇപ്പം എന്ത് ചെയ്തു, ഇതേ തെറ്റ് അവൻ பயன்படுത്തുന്നു. അവൻ ഇനി താവക്കയിലുള്ള അഡ്രസ്സ് ഇല്ലാതെ രസികർമ്മൻ്റെ കാരണങ്ങളിലിരിക്കുന്നു. ഇതുവരെ അവൻ പണം കണ്ടിട്ടില്ല. 35 കോടി രൂപ തരാം, എല്ലാം റിസൈൻ ചെയ്യാൻ കാണിച്ചു കൊടുത്തവനാണ്. ഇപ്പം അവൻ 20 പേർക്ക് അഡ്വാൻസ് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് അവരെ പിടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവർ ഓടുന്നത്. പക്ഷേ ഇങ്ങനെ വിജയല്ലേ കാണിച്ചു കൊടുത്തത്. അല്ല, വിജയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഓ, ഭയങ്കര ഡേഞ്ചർ ടെക്നിക്ക് 2 ഡേഞ്ചറാണുള്ളത്. വിജയ് പറക്കുന്നത് എന്ന് വെച്ചാൽ ചിറവ് അങ്ങേർക്കുള്ളതല്ല, ചിറവ് വേറെ വാടകയ്ക്ക് എടുത്തിരുന്ന ചിറവാണ്. ആരുടെ ചിറക? 2 ചിറവും വാടക ചിറവ്. ഒന്ന് ഫേക്ക് ലോട്ടറി മാർട്ടിൻ്റെ ഫാമിലിയാണ്, അറിയാമോ? ഇവൻ ആദവ് അർജുന ഫേക്ക് മാർട്ടിൻ്റെ മരുമകൻ. അത് ജിഹാഡ് മാരേജ് ഇവിടെ ചെയ്യുന്ന മാതിരി അവൻ മറ്റേ ഇവനായിരുന്നു, നമ്മുടെ ജിമ്മ് പോകുന്ന ഇവ പണക്കാരിയായപ്പോൾ അവളെ സോപ്പിട്ട് ആ കല്യാണമായി ഇവിടെ നടന്നത് മാതിരി അത് ഒരു ഇതായി. അപ്പോൾ അവൻ പണത്തെ വെച്ച് അവൻ നല്ലത് നോക്കി. അപ്പോൾ ഈ ലോട്ടറിയിൽ അവനക്ക് ഇത്ര ചേർത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ 1,75,000 കോടി ഉണ്ടാക്കണം. പാലിറ്റിക്സാണ് ലായക്ക്. അപ്പോൾ അതിൽ പതുക്കെ വന്നു, അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തു. ഇവൻ്റെ കൂട്ടത്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത പണമാണ് അത്. എല്ലാവർക്കും 50 കോടി 100 കോടി എന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇവൻ വന്ന് അവിടെ എവിടെയും ചേർത്ത് അവൻ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടന്ന്. അതപ്പോൾ ഫേക്ക് ലോട്ടറി മാർജിൻ അന്ന് ഇവൻ്റെ വിജയുടെ മറ്റേ എന്തോന്ന് വോട്ട് ടേക്കിംഗ് സെറമണി ഡെക്കറേഷൻ ചെയ്യുന്നത് മാർട്ടിനാണ്. അവൻ്റെ ഭാര്യയെ വന്ന് ലീമാ റോസിന് ഒരു MLA ചെയ്ത് ADMK പോയി നിൽക്കുന്നത്. മാൻ വന്ന് പാണ്ടിച്ചേരിയിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ പാലിറ്റിക്സിൽ എന്താ വെച്ചാൽ ഒരു ലക്ഷക്കണക്കിന് കൊള്ളയടിക്കാം. അപ്പോൾ ഈ ഇതൊക്കെ നമ്മൾ ഒരു മാനിപ്പുലേഷൻ ചെയ്യണം. അത് ഒരു ചിറവ്. രണ്ടാമത് ചിറവ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ലാബി. പിന്നെ ജോൺ ആരോഗ്യരാജ് എന്നൊരു ബിഷപ്പ്, ജോൺ ആരോഗ്യരാജ്, അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങേർക്ക് ഏതോ പുറത്ത് വരുന്ന 1,500 കോടി അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഇനി ട്രേസ് ചെയ്താൽ പിടിക്കാം. ഇവർ നടക്കട്ടെ. ഒരാൾ വന്നല്ലോ, ഇപ്പോൾ DMK 2 കൈയും മുടിഞ്ഞ് കിടക്കുകയാണ്. ഇവൻ എങ്ങനെ ഓടുന്നതാണ്. അപ്പോൾ അതും ഒരു ചിറവ്, ഫണ്ടിങ് ഏജൻറ്റ് ചിറവ്. അപ്പോൾ ഫണ്ടിങ് ഏജൻറ്റ് പറയുന്നതല്ലേ കേൾക്കാൻ പറ്റും. അപ്പോൾ സ്പീക്കറെ ഒരു ക്രിസ്ത്യനെ ഇട്, അടുത്ത വന്ന് ക്രിസ്ത്യൻ ഇട്ട്, പിന്നെ ഇതൊക്കെ എങ്ങനെ വന്ന് പണം തന്നവർ പറഞ്ഞാൽ കേൾക്കണമല്ലേ? അതപ്പോൾ 2 ചിറവും വെച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് എന്തോന്ന് വെച്ചാൽ അവർ ഇടയിൽ നിന്ന് DMKയിൽ നിന്ന് പിരിഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ അവരൊക്കെ ഉണ്ട്. അവർക്ക് മിനിസ്ട്രി കൊടുത്ത് അവർ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് ഇത് വന്ന് ഒരു ഇൻഡിപെൻഡൻ്റ് ആட்சிയല്ല, കണ്ടീഷൻഡ് ആൻഡ് മോട്ടിവേറ്റഡ് ഡയറക്റ്റഡ് ബൈ സോ മെനി ഫോഴ്സസ്. ഇത് വന്ന് എത്ര കാലം ഓടുന്നു അറിഞ്ഞൂടാ. ഇത് വന്ന് നല്ല കാര്യം റെയ്ഡ് ചെയ്ത് ജനങ്ങളെ ഇത് ചെയ്യുന്നു. പക്ഷേ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഇതാണ്. മറ്റൊരു കാര്യം കൂടെ, ഈ മുരുകൻ്റെ വേല് വിജയ് എടുത്തായിരുന്നു ഒരു ഇടയ്ക്ക് വെച്ചിട്ട്. അതേ ആള് തന്നെയാണ് ഇപ്പോൾ കോടതിക്കെതിരായിട്ട് ജ്യോതി തെളിയിക്കുന്നതിൽ ഒരു ഒപ്പോസിഷൻ പറഞ്ഞത്. അങ്ങ് ശ്രദ്ധിച്ചാണല്ലോ സ്വാമിജി? അതന്നെ, അത് നിങ്ങൾക്ക് അവർ വന്ന് പോളിറ്റിക്സിൽ ഇവർക്ക് എന്തെന്ന് വെച്ചാൽ മറ്റേ സ്വന്തമായിട്ട് വലുതായിട്ടൊന്നുമില്ല. DMK ഇത് വെച്ചിട്ട് മറ്റേ CBSE മറ്റേ ഇത് സ്കൂൾ വരാൻ പാടില്ല, അത് 3 ലാംഗ്വേജ് വരാൻ പാടില്ല, ഇതൊക്കെ വേണം ജനങ്ങൾക്ക് ആ ടെക്നിക്ക്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനു വേണ്ടിയുള്ള കളിയാണ്. അല്ലാതെ ഇത് ക്രിസ്ത്യൻ ഗവൺമെൻറ് ജോസഫ് വിജയ്, നേരെ സിനിമയിൽ എന്തിനാണ് ജോസഫ് വിജയ് ഇടാത്തത്? വിജയ് എന്ന് മാത്രം വെറും വിജയ് എന്നിട്ട് ഇപ്പോൾ വന്ന ശേഷം ജോസഫ് എങ്ങനെ മുളച്ച്? അപ്പോൾ ഞാൻ ജോസഫ് ഇപ്പോൾ CM ആയപ്പോൾ ജോസഫ്, അതുവരെ ജോസഫ് ഒളിച്ച് ബാഗിൽ വെച്ചിരുന്നു. വെറും വിജയ് എന്നുവെച്ചാൽ എല്ലാവരും ഇത് ഇപ്പോൾ പിന്നെ വോട്ട് കിട്ടും, എല്ലാ ആളും സെറ്റായി. ഇങ്ങനെയുള്ള ഇതാണ്. ഇപ്പം അവിടെ അണ്ണാമലൈ ഇപ്പം BJP യിൽ നിന്ന് അടർന്നു മാറി സെപ്പറേറ്റ് ഒരു സംവിധാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ വന്നിട്ടുണ്ട്. ഇനി എന്തായിരിക്കും തമിഴ്നാട് അണ്ണാമലയ്ക്ക് എന്താണ് സംഭവിക്കുക? അണ്ണാമലയ്ക്ക് എന്ത് സംഭവിക്കുന്നത്? ഇന്ന് തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ ഹീറോ വർഷിപ്പ് ഉണ്ട്. അത് ഒരു ഹീറോ ഫസ്റ്റ് വന്ന് CM സീറ്റിൽ ഇരുന്നു. ഇനി അപ്പോൾ അടുത്ത ഹീറോ ആയിട്ട് പോളിറ്റിക്സിലുണ്ടെങ്കിൽ അതേ കുറച്ച് യങ്സ്റ്റർ ഉള്ള IPS എന്നുള്ള ഇങ്ങനെ ഇപ്പോൾ മറ്റവർ പറഞ്ഞല്ല, ഇത് ADGP എന്ന് പറയുന്നത് IASൽ നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ വന്ന് അത് കൗണ്ടർ ചെയ്ത് നിൽക്കണമെങ്കിൽ ഇങ്ങനെ കൊണ്ട് തന്നെ പറ്റും, കൊണ്ടേ പറ്റും. അപ്പോൾ BJPക്ക് വന്ന് വോട്ട ഉടസൽ ലീഡറാണ്, വയസ്സായ ലീഡർ, മറ്റേ 2-3 സ്ത്രീകളുണ്ട്. അത് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ എഴുത്ത് നോക്കുന്നത്. അപ്പോൾ അണ്ണാമലയ്ക്ക് ലീഡിങ് റോൾ കൊടുത്തില്ല. അതുകൊണ്ടാണ് തോറ്റെന്ന് പറഞ്ഞ് ഐഡിയ കിട്ടിയപ്പോൾ എൻ്റെ ഒപ്പീനിയൻ വിത്ത് ദി ബ്ലെസ്സിങ്സ് ഓഫ് BJP ഒരു B ടീം എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഒന്ന് അണ്ണാമലയ്ക്ക് നിന്ന് വോട്ട് വിളും. അപ്പോൾ വിജയെ കൗണ്ടർ ചെയ്യാം. തീർച്ചയായും. അല്ലാതെ മറ്റാരും വിജയെ കൗണ്ടർ ചെയ്യാൻ പറ്റൂല. അവിടെ ഇപ്പോൾ ഇത്തരം ലോബികളുടെ പിടിയിലാണ് വിജയ് എന്ന് പറഞ്ഞു, ഈ ക്രിസ്ത്യൻ ലോബിയുടെ പിടിയിലാണ്. അവിടെ സനാതന ധർമ്മത്തിന് ഇനി എന്ത് സംഭവിക്കാൻ പോകും? ജനാധിപത്യ ധർമ്മം വളരും. നിങ്ങൾ എന്തൊന്ന് വെച്ചാൽ ഇപ്പോൾ RSS തട ചെയ്താൽ അപ്പോഴാണ് കൂടുതൽ പെർസെൻറ്റേജ് വളരുന്നത്. അതെ അതെ. സംഘത്തിനെ എപ്പോഴൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സനാതനത്തിന്. ജനാദനം എന്ന് പറഞ്ഞാൽ അവനക്ക് അതന്നെ ഒരാൾ പറയുന്ന അവൻ സീമാൻ എന്ന് പറയുന്നത് ഇങ്ങനെ അവനക്ക് ജനാദനം അറിഞ്ഞൂടാ. ജനാദനം അറിഞ്ഞൂടാ. സിനിമ ആക്ടർ സന്താനത്തിന് തന്നെ അറിയാം. സന്താനം എന്ന് പറയുന്ന വേണ്ടി ചിലപ്പോൾ മാറി ജനാദനം എന്ന് പറഞ്ഞാന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് അത് തന്നെ കറക്റ്റ്. ഇങ്ങനെ അത് മാത്രമില്ല, അവൻ വന്ന് ക്രിസ്ത്യൻ കൺവേർട്ട് ചെയ്തതാണ്. ഇപ്പം ക്രിസ്ത്യനും ഇതുമായ ഒരു പൊളിറ്റിക്കൽ ഇവർ ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. ഇത് ഇപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞത് കൂടെ ഇല്ല, ഇപ്പോൾ ചട്ടസഭയിൽ പറഞ്ഞു ഞാനത് വിളിക്കുന്നത്. ഇതിനെ വെച്ച് ഡിസ്മിസ് ചെയ്യാനല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ചെയ്യണം. അതിന് ഹൈക്കോടതിയിൽ അവരില്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടി ഏത് സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിലും കേസിടാം. എങ്ങനെ ഓത്ത് പടി ഞാൻ എല്ലാ ഇതിനും ഈക്വൽ എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ വരുന്ന അറ്റാക്ക് ചെയ്ത് സംസാരിച്ച് ഇതേ വെച്ച് ഡിസ്മിസ് ചെയ്യാൻ അതിന് ആരും സ്റ്റെപ്പ് എടുക്കുന്നില്ല. രണ്ടാമത് ആണ്ടിമുത്ത് രാസ ഇവരൊക്കെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസാണ്. പേര് ഹിന്ദു, പക്ഷേ അവർ ക്രിസ്ത്യൻ ഇതിലുള്ളതാണ്. അവൻ്റെ ഭാര്യയെ ക്രിസ്ത്യൻ മുറയാണ് അടക്കം ചെയ്തത്. ഇനിയിപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഇപ്പോൾ നമ്മൾ കന്യാകുമാരി ജില്ലയിൽ ഒരുപാട് കൺവെൻഷൻ നടന്നിട്ടുണ്ട്. ഒരു ഹിന്ദു മെജോറിറ്റി പ്രദേശമായിരുന്നു കന്യാകുമാരി. അതിന് ഇനി ആക്കം കൂടുമോ കുറയുമോ? കൂടെ തന്നെ ചെയ്യും, കൂടെ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ വന്ന് ഹിന്ദു വന്ന് ഒരു എനിക്ക് കന്യാകുമാരി ഡിസ്ട്രിക്ട് തന്നെ എരണിയിൽ തന്നെ ഹെഡിങ്. അപ്പോൾ നമുക്ക് എന്തെന്ന് വെച്ചാൽ 50-50 എന്നുള്ള റേഞ്ചിലിരുന്നു. അപ്പോൾ ഇരുന്നപ്പോഴാണ് ഒരു ഫൈറ്റിങ് നടക്കുന്നത്. ഡോമിനേഷൻ, നീ വലുതാ ഞാൻ വലുതാ നടന്നു. മണ്ടക്കാട് പ്രശ്നത്തിൽ വന്ന് ഫയറിങ് വലിയ ഇഷ്യൂ ആയി. അപ്പോൾ അവരുടെ ഡോമിനേഷനെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹിന്ദു മുന്നണിയിൽ നിന്ന് വന്നത്. ഹിന്ദു മുന്നണിയിൽ നിന്ന് വന്ന് താണലിംഗ നാടാറുന്ന ഒരാൾ ഞാനും കൂടെ ഉണ്ട്. എല്ലാം ഇപ്പോൾ ഹിന്ദു മുന്നണിയുണ്ട്. അതിൻ്റെ ശേഷവും അവരുടെ വളർച്ചയെ തടക്കാൻ പറ്റുന്ന കാരണം എന്ന് വെച്ചാൽ മേജർ കമ്മ്യൂണിറ്റി, നാടാർ കമ്മ്യൂണിറ്റി ഒന്ന്, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മാരേജിന് ആ പെണ്ണ് കാണാൻ കൊള്ളാം. അപ്പോൾ അവ പറയും നീ ചർച്ചിലൊന്ന് പേര് ചുമ്മാ ഒരു പേര് മാറ്റിയാൽ മതി, ജോർജിന് പേര്, അത് പുറത്തൊന്നും പറയണ്ട, നീ ഹിന്ദുവായിരുന്നു ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞ് ഇതെല്ലാം വാങ്ങിച്ചോളൂ. ഇവിടെ ചർച്ച് ലെവലിൽ തന്നെ ഇങ്ങനെ എൻ്റെ കൂടെ പഠിച്ചവനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ അപ്പം മാരേജ് ആയ ശേഷം പറയും ഈ കൊച്ചിനെല്ലാം ഞാൻ ചർച്ചിനെ തന്നെ വിളിച്ചോണ്ട് പോയി, നീ ഇതോട്ടെ. അത് അവിടെയൊക്കെ വിശ്വാസമാണ് അവർക്ക്. കൺവേർഷനായി. ഇങ്ങനെയാണ് മെയിൻ അവിടെ ആയത്. ജിഗാർഡുമാർ അത് ഇതായി. ഇപ്പം എന്തെന്ന് വെച്ചാൽ ഇവർ കൈ കാണിക്കുന്ന ആള് തന്നെ MP ആവാൻ വെക്കും. ഇപ്പം മറ്റേ ഇങ്ങനെ CP രാധാകൃഷ്ണൻ എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങേര് ഡെവലപ്മെൻറ്റ് ചെയ്ത് വിട്ടില്ല. അവർ ചർച്ചിൽ വിളിച്ച് പറഞ്ഞ് ഇവൻ വോട്ടിട്ടാൽ മതി. അപ്പോൾ അവന് ഈ വോട്ടിട്ട് ഇപ്പം ഒരു ഡെവലപ്മെൻ്റ് ഇല്ല 2 പ്രാവശ്യം. അപ്പോൾ എന്തിനാ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ അവനെ കൺവേർട്ട് ക്രിസ്ത്യനാണ്. അവന് കുമരിയാനന്ദൻ അവർ ഹിന്ദു വില്ലുപാട്ട് പാടുന്നവൻ്റെ മോനാണ്. മറ്റേ ഈ എത്ത് നിൽക്കുന്നവൻ്റെ അച്ഛൻ. അപ്പോൾ ഇപ്പം ക്രിസ്ത്യൻ ഇന്നാരും വോട്ടിട്ടാൽ മതി. അപ്പോൾ അങ്ങനെയെന്ന് പറയുന്നത് കൊണ്ടാണ് അവർക്ക് ഡോമിനേഷൻ ആയിപ്പോയി. ഇത് മാത്രമല്ല, തമിഴ്നാട്ടിൽ തിരുനെൽവേലി, തൂത്തുക്കുടി ഇങ്ങനെ 4-5 ഡിസ്ട്രിക്റ്റിൽ ഡോമിനേഷനായി. ഇവർ ഡോമിനേഷൻ ആയാൽ പിന്നെ പൊളിറ്റിക്കലി മാനിപ്പുലേഷൻ ചെയ്യും. നാഗാലാൻഡിലുണ്ടല്ലോ, നാഗാലാൻഡിൽ ക്രിസ്ത്യൻ മെജോറിറ്റി ആയ ശേഷമാണ് ഇത് സെപ്പറേറ്റ് ലാൻഡ്. ഇവർ വന്നിട്ടാണ് ഇന്ത്യൻ പട്ടികൾ, അവർ പട്ടി തിന്നുന്ന ആളാണ് നാഗാസ്. ഇന്ത്യൻ പട്ടികൾ പുറത്തു പോകാന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് തന്നെ, അവർ തിന്നുന്നത് പട്ടിയാണ്. നാഗാസ് ആണ് പട്ടി തിന്നുന്നത്, അറിയാം. നാഗാലാൻഡ് മിലിറ്ററി ടീമുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു പട്ടിയെ നിങ്ങൾ സ്ട്രീറ്റ് ഡോഗ്സിനെ കൊണ്ട് പേടിക്കേണ്ട, അവരെ ഒതുക്കിക്കൊള്ളും. അവരാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. എന്തായാലും സ്വാമിജി, ഇപ്പം തമിഴ്നാട് സനാതനം ഒഴിക എന്ന് പറയുന്ന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഒരു ഗെയിനിന് വേണ്ടി പറയുന്നതാണ്. അവൻ്റെ അങ്ങേരെ ഭാര്യയെ ക്ഷേത്രമാ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒട്ടകത്തിൻ്റെ കല്യാണം ഒരു വെരി ചീപ്പായിട്ട് പോയി. വേറെ പൊളിറ്റിക്കൽ ഇത് നടത്താൻ ഇത് ചെയ്തെന്ന് അതും ചെയ്യും, മനസ്സിലായി. അതുകൊണ്ട് ഇത് ഒരു നാടകമാണ്, ഇൻസൾട്ടിങ് ദ മെജോറിറ്റി. അപ്പോൾ മൈനോറിറ്റി അപ്പീസ്മെൻറ്റ്.